കൂട്ടുകാരെ നമസ്കാരം. ഷെഫ് ജോജിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഒരു പ്രൊഡക്റ്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഗുഡ് ഡോട്ട് കമ്പനിയുടെ വെജിറ്റേറിയൻ ബൈറ്റ്സ് എന്നാണ് ഈ പ്രൊഡക്റ്റിൻ്റെ പേര്. ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത്. 250 ഗ്രാമിൻ്റെ പാക്കറ്റാണ് ഇത്. 185 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് കൊടുത്തിരിക്കുന്നത്. RCM സ്റ്റോറുകളിലൂടെയാണ് ഇത് ലഭിക്കുന്നത്. RCM സ്റ്റോറുകളിൽ നിന്ന് ഈ ID നമ്പർ ഉപയോഗിച്ച് പ്രൊഡക്റ്റുകൾ വാങ്ങുമ്പോൾ 10 മുതൽ 30% വരെ കിഴിവ് ലഭിക്കുന്നതുമാണ്. അപ്പോൾ ഗുഡ് ഡോട്ട് കമ്പനിയുടെ വെജിറ്റേറിയൻ ബൈറ്റ്സ് കൊണ്ട് ഒരു ചില്ലി ഡ്രൈ ആണ് ഇന്നത്തെ വീഡിയോ. അതിനു മുമ്പായിട്ട് നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് എടുക്കാം. ഇതാണ് വെജിറ്റേറിയൻ ബൈറ്റ്സ്. ഇത് കവറിൽ നിന്നും പുറത്തെടുത്തിരിക്കുകയാണ്. കാണുമ്പോൾ ഒരു ഇറച്ചി കഷ്ണം പോലെയൊക്കെ തോന്നും. ഇത് പകുതി ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ആദ്യം പകുതി മുറിച്ചെടുക്കുന്നു. അപ്പോൾ വെജിറ്റേറിയൻ ബൈറ്റ്സ് ചില്ലി ഫ്രൈ തയ്യാറാക്കുവാനായി ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. ആദ്യം ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് കട്ട് ചെയ്യാനൊക്കെ എളുപ്പമാണ്, കട്ടിയൊന്നുമില്ല. ഇനി ഇതിനെ കുറച്ചുകൂടെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നു. ഇതെല്ലാം ഒരേ വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിരിക്കുകയാണ്. വെജിറ്റേറിയൻ ബൈറ്റ്സ് കൊണ്ട് ചില്ലി ഡ്രൈ തയ്യാറാക്കുവാനായി ആദ്യം ബാറ്റർ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. അതിനായി 2 ടേബിൾ സ്പൂൺ കണക്കിന് കോൺഫ്ലവർ എടുക്കുകയാണ്. ഇനി 2 ടേബിൾ സ്പൂൺ മൈദയും എടുക്കുന്നു. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നു. 1 ടീസ്പൂൺ സോയാ സോസും ചേർക്കുന്നു. ഇനി ഒരു 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമുക്ക് നല്ല കട്ടിക്കാണ് ഈ ബാറ്റർ വേണ്ടത്. അതിനനുസരിച്ച് വെള്ളമൊഴിച്ച് ഇത് മിക്സ് ചെയ്തെടുക്കുന്നു. ഇപ്പോൾ ഈ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റേറിയൻ ബൈറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി വെജിറ്റേറിയൻ ബൈറ്റ്സ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഒരു ഫ്രൈങ് പാൻ എടുത്ത് അതിലേക്ക് ഫ്രൈ ചെയ്യുവാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇനി ബാറ്ററിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജ് ബൈറ്റ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് മുഴുവനും ഓയിലിലേക്ക് ഇട്ട് കഴിഞ്ഞു. മീഡിയം ഫ്ലെയിമിൽ നിർത്തി ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോൾ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഒട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം അടർത്തി മാറ്റേണ്ടതുമാണ്. ഇപ്പോൾ വെജിറ്റേറിയൻ ബൈറ്റ്സ് എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് സ്റ്റെയിനറിലേക്ക് മാറ്റുകയാണ്. ഇതിനി മാറ്റിവെക്കാം. ഇനി വെജിറ്റേറിയൻ ബൈറ്റ്സ് ചില്ലി ഡ്രൈ തയ്യാറാക്കുവാൻ ആവശ്യത്തിനുള്ള സോസുകൾ നമുക്ക് എടുക്കാം. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ കണക്കിനുള്ള ടൊമാറ്റോ സോസ് ഈ കപ്പിലേക്ക് എടുക്കുകയാണ്. ഇനി 1.5 ടീസ്പൂൺ കണക്കിന് സോയാ സോസും എടുക്കുന്നു. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വെജിറ്റേറിയൻ ചില്ലി ഡ്രൈ തയ്യാറാക്കുവാനായി ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച ഓയിൽ തന്നെയാണ് ഇതിനും എടുക്കുന്നത്. ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂൺ കണക്കിന് ഓയിൽ എടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടാകുമ്പോൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി 1 ടീസ്പൂണും ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി 1 ടീസ്പൂണും ഇട്ട് കൊടുക്കുന്നു. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്ലൈസ് ചെയ്ത ഒരു 2 പച്ചമുളക് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി വറ്റൽ മുളക് ചതച്ചത് ഒരു 1.5 ടേബിൾ സ്പൂൺ കണക്കിന് ഇടുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പച്ചമുളകും വറ്റൽമുളകും ഒക്കെ എടുത്തതുകൊണ്ട് നന്നായിട്ട് എരിവുണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ ചില്ലി സോസ് ഉപയോഗിക്കുന്നത്. ഇനി സ്ലൈസ് ചെയ്ത ഒരു സവാള ഇട്ട് കൊടുക്കുകയാണ്. നീളത്തിലാണ് ഈ സവാള അരിഞ്ഞിട്ടുള്ളത്. സവാള ഒരുപാട് വാടിപ്പോകുന്നതിന് മുമ്പ് തന്നെ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുകയാണ്. 1 ക്യാപ്സിക്കം നീളത്തിലരിഞ്ഞാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒരുപാട് വാടിപ്പോകുന്നതിന് മുമ്പ് തന്നെ സോസ് ഒഴിച്ചു കൊടുക്കുകയാണ്. ടൊമാറ്റോ സോസും സോയാ സോസുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 3 ടേബിൾ സ്പൂൺ കണക്കിന് ടൊമാറ്റോ സോസും 1.5 ടീസ്പൂൺ കണക്കിന് സോയാ സോസും എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് കണക്കിന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സോയാ സോസിൽ അല്പം ഉപ്പുണ്ടാകും. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന വെജ് ബൈറ്റ്സിലും കുറച്ച് ഉപ്പുണ്ട്. 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ഞാനിവിടെ ഉപയോഗിക്കുന്നു.
ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ചെറിയ കപ്പിൽ 1/2 ടീസ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റേറിയൻ ബൈറ്റ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അതുപോലെ തീ മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് മാക്സിമം നമുക്ക് ഡ്രൈ ആക്കി എടുക്കാം. ഈ സമയം അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില കുറച്ച് ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. വീണ്ടും ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഗുഡ് ഡോട്ട് കമ്പനിയുടെ വെജിറ്റേറിയൻ ബൈറ്റ്സ് കൊണ്ടുള്ള ചില്ലി ഡ്രൈ റെഡിയായി കഴിഞ്ഞു. ഇത് കഴിക്കുവാനായിട്ട് വളരെ ടേസ്റ്റിയാണ്. അതുപോലെ ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു ഭക്ഷണവുമാണ് ഇത്. എല്ലാവർക്കും വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഇത്. ഈ വെജിറ്റേറിയൻ ബൈറ്റ്സ് കൊണ്ട് ഒരുപാട് ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. കൂടുതൽ ഐറ്റംസ് പുറകെ അപ്ലോഡ് ചെയ്യുന്നതാണ്. RCMന്റെ എല്ലാ സ്റ്റോറുകളിലും വെജിറ്റേറിയൻ ബൈറ്റ്സ് ലഭിക്കുന്നതാണ്. ഗുഡ് ഡോട്ട് കമ്പനിയുടെ എല്ലാ ഐറ്റംസും ഈ സ്റ്റോറുകളിലൂടെ ലഭിക്കുന്നതാണ്. ഈ കാണുന്ന ID നമ്പർ ഉപയോഗിച്ച് RCM സ്റ്റോറുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ 10 മുതൽ 30% വരെ കിഴിവ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. RCM സ്റ്റോറുകളെക്കുറിച്ച് കൂടുതൽ അറിയുവാനായി, പ്രൊഡക്റ്റുകളെക്കുറിച്ചും അറിയുവാനായി ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. ഷെഫ് ജോജി യൂട്യൂബ് ചാനലിൽ പഴയ ഒരുപാട് വീഡിയോകളുണ്ട്. അതൊക്കെ കാണുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.